നമസ്കാരം. ഞങ്ങൾ ഈ വീഡിയോ അല്ല ഇന്ന് ഇടാനിരുന്നത്. ഇന്നലെ, അതായത് ബുധനാഴ്ച ഞങ്ങൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണിത്. കാര്യം എന്താ വെച്ചാൽ ഇന്ന് വേറൊരു വീഡിയോ ആക്ച്വലി ഇടാനിരുന്നതൊക്കെ എടുത്തു വെച്ചിരുന്നു. കാര്യം ഞങ്ങൾ ഈ വർഷം തുടങ്ങിയ സമയത്ത് പൊന്നു ഒരു റീലോ എന്തോ വീഡിയോ എന്തോ കണ്ടിട്ട് ഒരു കൺസെപ്റ്റ്, അതായത് നമ്മുടെ ആ വർഷം നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു സ്റ്റിക്കി നോട്ട്സിലോ എന്തെങ്കിലും ഒരു ചിറ്റിലോ വല്ല എഴുതിയിട്ട് ഒരു ജാറിലിടുക. എന്നിട്ട് ആ വർഷം തീരുമ്പോൾ അതെടുത്ത് വായിച്ചിട്ട് നമ്മൾ എന്താ പറയുക, വായിക്കുക. അപ്പോൾ ഒരു മെമ്മറി പോലെ ഒരു സംഭവം അല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരു ജാറിൽ ഇതുപോലെ ഇട്ട് വെച്ചായിരുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഫുള്ളിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം പകുതിയോളം മാത്രമേ നമ്മൾ കാര്യങ്ങളൊക്കെ ഇട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ആവശ്യമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഓർത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ നല്ല ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ ഡേറ്റ് എഴുതി പേരെഴുതി ഇതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു. അപ്പം പൊന്നും ഞങ്ങൾ രണ്ടുപേരും, പിന്നെ പൊന്നും കല്ലും കാശിക്ക് വേണ്ടി അവൾ എഴുതിയിട്ട് ഇതിനകത്ത് ഇടുമായിരുന്നു. ഇത് കൂടുതലും പൊന്നുവിൻ്റെയാണ്. നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം. ഞങ്ങൾ വേഗം വായിച്ചു വിടും, അങ്ങനെ ഒത്തിരി വെക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ 2023 ഞങ്ങളുടെ കുറച്ച് നേട്ടങ്ങളും നഷ്ടങ്ങളുമാണ്. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കുന്നത്. അപ്പം നമുക്കും അറിയത്തില്ല, ഓർമ്മയില്ല എന്തൊക്കെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ തരാം. ഇത് പൊന്നൂരെയാണ്. ടുഡേ ഐ വെന്റ് ടു ഡാൻസ് ക്ലാസ് വിത്ത് സ്നോയി. വി ഡാൻസ് ടു സ്വീറ്റ് ഡ്രീംസ് ബൈ ബേയോൺസെ. ഇത് പൊന്നൂൻ്റെ ഒരു ഫ്രണ്ടാണ് സ്നോയി, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പൊന്നു ഇപ്പോൾ K-pop ഡാൻസ് പഠിക്കുന്നുണ്ട്, ഒരു കൊറിയൻ ഡാൻസ്. അപ്പോൾ അതിന് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കല്ലു, ഐ ഗോട്ട് എ ന്യൂ പിഗ്ഗി ബാങ്ക് ആൻഡ് ഐ പുട്ട് മൈ മണി ഇൻസൈഡ്. മറ്റേ വഞ്ചിയിൽ പൈസ എഴുതുക. ചുമ്മാ ഒരു വഞ്ചി വാങ്ങിച്ചു കൊടുത്തു. അതിനകത്ത് അവിടെ ഇവിടെ താഴെ അവിടെ ഇവിടെ കിടക്കുന്ന ചില്ലറ ഉണ്ടല്ലോ, അത് അവള് അതിനകത്ത് എടുത്തിടുന്നു. മാറ്റി വായിച്ചത് ഞാൻ എല്ലാം വായിക്കണം, ഓടിച്ചിട്ട് വായിക്കാം. പിന്നെ കാശിയുടെ പൊന്നു എഴുതി വെച്ചേക്കുന്നത്, ഐ ഗോട്ട് എ ന്യൂ ട്രക്ക് ആഫ്റ്റർ ഐ കെയിം ബാക്ക് ഫ്രം ദ ഡോക്ടർ. ഡോക്ടറെ കാണിക്കാൻ പെട്ടത് ഇപ്പോൾ എന്തോ ടോയ് വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ഇതെല്ലാം പൊന്നുവിൻ്റെ കൂടുതൽ മാക്സിമം അവളായിരുന്നു ഫോളോ ചെയ്തോണ്ടിരുന്നത്. പിന്നെ സെയിം അങ്ങനെയൊക്കെ തന്നെ. ടുഡേ ഐ വെന്റ് ടു മോൾ വിത്ത് സ്നോയി ആൻഡ് ആനിയ. വി ബോട്ട് എ ലോട്ട് ഓഫ് സ്റ്റഫ് ഫ്രം മിനിസോ. പിന്നെ ദീപികയുടെ ഒരെണ്ണം വായിക്കാം. Cheta asked me to make PPT for gladiators. Felt happy that I am good at something. നമ്മുടെ ക്ലബിലെ ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടി ഒരു PPT ഉണ്ടാക്കേണ്ടി വന്നു ഒരാവശ്യത്തെ. അപ്പോൾ ഞാൻ ഇവിടെ ഏൽപ്പിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമായി തോന്നുന്നു. അന്ന് തോന്നിയതാ. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ഡൗൺ, നമ്മൾ ഒന്നിനും കൊള്ളാത്തൊരു ഫീലിംഗ് ഒക്കെ ചില ദിവസം വരും. അങ്ങനെ എങ്ങാണ്ടുള്ള ഇത് ഒരു ദിവസം. പിന്നെ ഇവിടെ ഇരിക്കുന്നത് February 7th ഗോട്ട് സെലക്ടഡ് ഫോർ giveaways worth $250. സോ ഹാപ്പി എന്ന് പറഞ്ഞു. അതെന്തോ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ പിന്നിൽ, അതെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഹാപ്പിയായ ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിൽ ഫ്ലോപ്പായി പോയി. അത് എന്താണെന്ന് വെച്ചാൽ February 7th എനിക്കിങ്ങനെ ഗിവ്-അവേസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ പോസ്റ്റിൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സ്റ്റോറി ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ അതിനകത്ത് ടാഗ് ചെയ്യണം എന്നും പറഞ്ഞൊരു പോസ്റ്റായിരുന്നു. ഒരു ഹെയർ സലോൺ നടത്തുന്ന ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ ഒരു പോസ്റ്റാണ്. അപ്പോൾ അവർ ഒരു ഗിവ് അവേ നടത്തി വാലന്റൈൻസ് ഡേയുടെ റിലേറ്റഡ് ആയിട്ട് $250 വർത്ത്. മലയാളിയല്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതിനകത്തെന്ന് വെച്ചാൽ 3 ഗിഫ്റ്റാണ് അതിനകത്ത്. ഒന്ന് അവർ ഹെയർ കട്ട് ചെയ്ത് തരും, റെഡ് ഹെയർ കളർ ചെയ്ത് തരും. തേർഡ് ഒരു ഗിഫ്റ്റ് ബാഗ് തരും. അപ്പോൾ ഇതെല്ലാം കൂടി $250 വർത്തിൻ്റെ സാധനം. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് മുടി കട്ട് ചെയ്യാനും ഹെയർ കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്ന് അവരെന്നെ ആ ഇടയ്ക്ക് വേറെയും കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ ചൈതന്യെന്നും കിട്ടിയായിരുന്നു ഒരു $100. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഗിവ് അവേയിലൊക്കെ എനിക്ക് സെലക്ട് ആവുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ചൈതന്യയിലത് ഉടനെ തന്നെ അവരിങ്ങോട്ട് വിളിച്ച് എന്നെ ബുക്ക് ചെയ്ത് എനിക്കത് ചൈതന്യ ആയുർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ഗിവ് അവേ അവർ ഫുൾഫിൽ ചെയ്തു. ഇത് ഈ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ എനിക്ക് നല്ല പറ്റി. കാരണം അവർ എന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോകാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അവർ ബിസിയാണ്, വേറൊരു ദിവസം വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയിരിക്കും, ഇവരിപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യും. 3-4 മാസമായി. എന്നിട്ട് ഏപ്രിൽ ആയപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ ടൈം ആയപ്പോൾ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. എന്നിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞ് ഓക്കെ ഡിയർ കം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അന്ന് ചേട്ടനില്ല. അപ്പം ചേട്ടൻ അവിടെ എന്തോ ഒരു തിരക്കായിരുന്നു. അപ്പം ഞാൻ ഊബർ വിളിച്ച് മിസ്സിസോഗ വരെ പോയി.
അപ്പോൾ ഊബറിൻ്റെ പൈസ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഹെയറൊക്കെ കട്ട് ചെയ്ത് തന്നു, അടിപൊളിയായിട്ട് ചെയ്തു, നല്ലതായിട്ട് ചെയ്തു ഹെയർ കട്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് പൈസ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇത് ഗിവ് അവേ അല്ലേ. അപ്പോൾ പറഞ്ഞു സോറി ഡിയർ ഐ ഫോർഗോട്ട്. അപ്പോൾ പറഞ്ഞ് എന്നാൽ ഓക്കെ പൊക്കോളാം. ഞാൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഹെയർ കളറൊക്കെ ചെയ്യാമെന്നാണല്ലോ. അപ്പോൾ പറയുവാണേ ഇന്ന് ഭയങ്കര തിരക്കാണ്, എന്നാൽ വേറൊരു ദിവസം ബുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. കാരണം ഇവർ നമ്മളെ ഗിവ് അവേ എന്നും പറഞ്ഞൊക്കെ നമ്മളെ വലിയ കാര്യമായിട്ട് പരസ്യമൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പരസ്യം ചെയ്ത സംഭവം അവർക്ക് അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാഞ്ഞിട്ടാണ് അവരെ കാര്യം മറന്നുപോയത്. നമ്മൾ ചുമ്മാ ഒരു ഗിവ് അവേ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ഗിവ് അവേ ആണെങ്കിലും ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യണമെന്നാണ്. ഞാൻ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തില്ല. ചില ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഗിവ് അവേ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ജെന്യുവൻലി മറന്നുപോയതാവാം, പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല. കാരണം ഇവിടെ ചില TV ചാനലുകളൊക്കെ റിയാലിറ്റി ഷോ നടത്തിയിട്ട് ഫ്ലാറ്റ് കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയും. ഞാൻ കണ്ട എനിക്കത് അന്ന് ഭയങ്കര സന്തോഷമായി തോന്നിയതൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് പോലെ ഇട്ടതാണ്. അത് മതി. പിന്നെ ഞാൻ എഴുതി വരണം മാർച്ച് 16 ഗോട്ട് അവർ ടെസ്ല. അത് ബുക്ക് ചെയ്ത് വേറെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ടെസ്ല കിട്ടിയത് ഞാൻ എഴുതി. പിന്നെ ഇത് പൊന്നൂൻ്റെ എല്ലാം വായിക്കണ്ട. പൊന്നൂൻ്റെ എല്ലാം സ്നോയി റിലേറ്റഡ്, ബെസ്റ്റ് ഫ്രണ്ട് റിലേറ്റഡാണ്. പിന്നെ ഇതാണൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ എല്ലാം ഒരു കൊല്ലം ഒരു 10-25 തവണയെങ്കിലും ചെയ്യുന്ന സാധനമാണ്. അൺഇൻസ്റ്റാൾഡ് ഇൻസ്റ്റാഗ്രാം ആൻഡ് വാച്ചിങ് K-drama ആർ ഫൺ. മാർച്ച് 18 ഇവിടെ ഒരു കൊല്ലം 10-25 തവണയെങ്കിലും ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യും. റീലിൽ ഇങ്ങനെ ഒരു അഡിക്റ്റ് ആയി കഴിയുമ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ചുമ്മാ പണിയൊന്നും എടുക്കാതെ ഇവിടെ ഞങ്ങൾക്ക് ഒരു സോഫ ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. ഒരു സമയത്ത് തന്നെയായിരുന്നു പരിപാടി. റീല് കാണുക, K-drama കാണുക, റീല് കാണുക. അപ്പൊ പിന്നെ ഞാൻ അങ്ങ് നിർത്തി. കാരണം ഒരുപാട് അഡിക്റ്റ് ആവുകയെന്ന് തോന്നുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അൺഇൻസ്റ്റാൾ ചെയ്യും ഒരു 2-3 ദിവസത്തേക്ക്. പിന്നെ അങ്ങ് ബോറടി, പിന്നെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ഒരു ഫീലിംഗ് വരും. വീണ്ടും പൊന്നൂൻ്റെ ടുഡേ വാസ് മൈ ലാസ്റ്റ് പ്രൊജക്ട്. സ്നോയി ഇല്ലായിരുന്നു, അതുകൊണ്ട് അവള് നെർവസ് ആയിരുന്നൊക്കെ പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഡിഡ് ഗുഡ്. പക്ഷെ അവള് ചെയ്തതാണ് കറക്റ്റ്. അവള് ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് എല്ലാം അവൾക്കത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് അവളുടെ കൂടെ ഞങ്ങൾ ഒന്നുകൂടെ ചെയ്യും. ഇത് ടെസ്ല കിട്ടിയതിന്റെ ഇവിടെ കുറിപ്പ് ഗോഡ് ടെസ്ല ഹാപ്പി ഫോർ അനീഷ്. എനിക്ക് വണ്ടിയുടെ ബുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഹാപ്പി ആയിട്ട് കാര്യമില്ല. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എല്ലാം പൊന്നൂൻ്റെ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ്. ഇവരുടെ കാശികളായിക്കോട്ടെ, ന്യൂ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് മുമ്പ് വായിച്ചതാണ്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഓക്കെ, ഓവറോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഈ കൊല്ലം 2023 പറയുന്നത് ഇല്ല, ഞാൻ ടെസ്ലയുടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2023 പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു വർഷമല്ലായിരുന്നു. സോറി, ഒരു കാര്യം കൂടെ. ഇത് ഫെബ്രുവരി 10 എഴുതി വാച്ച് ദ മോസ്റ്റ് ഫൺ മൂവി എവർ, രോമാഞ്ചം. രോമാഞ്ചക്കാരുടെ ഞങ്ങളുടെ നല്ല തകർത്ത് ചിരിച്ചു. ഇവിടെ ഒത്തിരി ചിരിച്ചത് ഞാനിങ്ങനെ അടിച്ചടിച്ചടിച്ച് ചിരിയായിരുന്നു. കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന പോലെ ചിരിയായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്ത് നമ്മൾ വീഡിയോയിൽ എന്തോ പറഞ്ഞപ്പോഴും പലർക്കും ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ആവറേജ് പടമാണെന്ന് തോന്നി. ഒത്തിരി നാളിന് ശേഷം ഒരു കോമഡി പടം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു 2023 പറയുന്നത് ഞങ്ങൾക്ക് അത്രയ്ക്ക് നല്ലൊരു വർഷം അല്ലായിരുന്നു. ഇത് ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും ഒരു ഏപ്രിൽ വരെ അങ്ങോട്ട് ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒന്നും എഴുതിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അച്ഛന് വയ്യാതായി. അച്ഛന് അമൃതയിലായിട്ട് ഒരു മാസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. പിന്നെ മാവേലിക്ക് വന്നിട്ട് അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വീണ്ടും ഹോസ്പിറ്റലൈസ്ഡായി. പിന്നെ ജൂലൈ 17 അച്ഛൻ മരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ 2023 ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് അച്ഛൻ്റെ മരണമാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഈ എഴുതുന്ന പരിപാടിയൊക്കെ നിർത്തി. പിന്നെ എല്ലാം എന്താ പറയുക, നമ്മുടെ മൈൻഡെല്ലാം ഔട്ടായി. പിന്നെ നമുക്ക് ഒക്ടോബർ ആയപ്പോഴത്തേക്കിന് അച്ഛൻ ഭരിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു ഒക്ടോബർ ആയപ്പോഴത്തേക്കിന് എൻ്റെ കോൺട്രാക്ട് തീർന്നത് റിന്യൂ ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ജോലിയില്ല, ഇപ്പോൾ ജോബിലെസ് ആണ് ഇപ്പോഴും. പിന്നെ കുറച്ച് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായി പല രീതിയിലും. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ല, അന്ന് ലണ്ടൻ വീടിൻ്റെ ചെയ്തല്ലേ, മറ്റേ ടെനൻസിനെ കൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പുതിയ ആളുകളെ വീട് കാണിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പം അങ്ങനെ പൈസ ലോസ് വരുമോ എന്നുള്ളൊരു കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞങ്ങൾക്കൊരു എന്താ പറയുന്നത്, ഈ ഒരു 2023 ഓവറോൾ ഒരു നല്ലൊരു വർഷമല്ലായിരുന്നു. മോശം വർഷമായിരുന്നു. കാരണം കാനഡയിൽ വന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും മോശം വർഷം ഇതാ. പിന്നെ ഈ പറഞ്ഞ ബാക്കി പ്രശ്നങ്ങൾ കുറേയൊക്കെ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ എപ്പോഴും അത് ചേട്ടനോട് പറയും. നമുക്ക് പ്രശ്നങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് വലിയ ഫിനാൻഷ്യൽ ലോസസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതിനകത്ത് നമ്മൾ അതത്ര ബോധർ ചെയ്യാത്തതെന്ന് വെച്ചാൽ
നമുക്കറിയാം ജോലിയുണ്ട്, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ കവർ ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം പോട്ടെ, ഇപ്പം എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യമുണ്ട്, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്താണെങ്കിലും ചെയ്യും. അപ്പോഴും അറിയാം ഓക്കെ നമുക്കത് നികത്താൻ ജോലിയുണ്ടല്ലോ. ഇപ്പൊ ജോലി ഇല്ലാത്തതിനെയാണ് നമ്മൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുന്നത്. സമയം ശരിയല്ല. പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റന്റും അല്ലായിരുന്നു വീഡിയോസിലൊന്നും. കാരണം ഇങ്ങനെ പ്രശ്നങ്ങളും നാട്ടിൽ പോയി അത് ഇത് അങ്ങനെ ഒരു മൂഡും ഇല്ല പലപ്പോഴും. ഇന്നാണേലും എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ. അതിന്റെ കാര്യം വേറെ രസമാണ്. ഇവക്കല്ല, നമുക്ക് എല്ലാവർക്കും 5 പേർക്കും സ്റ്റൊമക് ഫ്ലൂ എന്നൊരു സംഭവം ഉണ്ട് ഇവിടെ. അയ്യോ, അത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. മൊളിന്നും വായിന്നും എല്ലാം മൊളിന്ന് തഴയതും എല്ലാം പോയിക്കൊണ്ടിരിക്കും. വോമിറ്റിങ്ങും ലൂസ് മോഷനും എല്ലാം കൂടി. കാശിക്കായിരുന്നു ആദ്യം വന്നത്. അപ്പൊ അവന് മാറി, അവനിപ്പോ മാറി, അവന് ബോഡി ചാടി നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കല്ല, ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടില്ലേ, മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നതാ ഇതിനു വേണ്ടിട്ട്. കട്ടിൽ കിടപ്പായിരുന്നു രാവിലെ ഇങ്ങനെ കിടപ്പാ, ഛർദിലും. അപ്പൊ അങ്ങനെ. പിന്നെ എനിക്ക് വലിയ പ്രശ്നമല്ല, പൊന്നൂനും കല്ലൂനും വയ്യ, അവരും ഛർദിച്ചു. പക്ഷെ എന്നാലും നമ്മുടെ ഒരു വൈൻഡപ്പ് പോലത്തെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ് ഈ കൊല്ലത്തെ അവസാനത്തെ. പിന്നെ എന്തെങ്കിലും ശീലങ്ങൾ തുടങ്ങിയായിരുന്നു ഈ കൊല്ലം? ഞാൻ ബേസിക്കലി ഒരു മടിച്ചു കേട്ടോ. എനിക്കങ്ങനെ ചില കൊല്ലമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതിന് മുന്നത്തെ കൊല്ലം ഞാനിങ്ങനെ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നു, ലൈസൻസ് എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്യണം. ഇക്കൊല്ലം ലൈസൻസ് കിട്ടി, എനിക്ക് ഓൾറെഡി കിട്ടി, പക്ഷെ ഓടിക്കാറില്ല വണ്ടി. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇക്കൊല്ലം എനിക്ക് പുതിയ ശീലങ്ങളോ ഒന്നുമില്ല. ഈ ഒരെണ്ണമുള്ളായിരുന്നു വലിയ സന്തോഷമായിട്ട് തുടങ്ങിയ. പക്ഷെ ഇതും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന നെക്സ്റ്റ് ഇയർ നമുക്കിത് ചെയ്താലോ, കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. പക്ഷെ ഞാനൊരു ശീലം തുടങ്ങിയായിരുന്നു. അത് 2022 തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. ബുക്ക് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ പണ്ട് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ബുക്ക് വായിക്കുമായിരുന്നു. ഷെർലക് ഹോംസിൻ്റെ ഒക്കെ നോവലൊക്കെ ആയിരുന്നു എനിക്ക്, ഡിറ്റക്റ്റീവ് നോവലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതൊക്കെ ആയിരുന്നു പുസ്തകത്തിൻ്റെ അടിയിലൊക്കെ വെച്ച് അമ്മ കാണാനൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒക്കെ ഈ പുസ്തക വായനയോട് താല്പര്യം വളരെ കുറഞ്ഞു. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ, അപ്പോൾ പുസ്തക വായനയോടുള്ള താല്പര്യം വലിയ കുറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ കാരണം എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. കാര്യം കൂടുതലും വായിക്കാൻ നോക്കുന്ന പുസ്തകങ്ങളല്ല ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള പുസ്തകം ചിലപ്പോൾ പകുതിയൊക്കെ വായിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ബോറടിക്കും, ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നില്ല ബുക്ക് വായിക്കുമ്പോൾ. കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് പറയാം, ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഏത് ഭാഷയിലാണോ ചിന്തിക്കുന്നത് ആ ഭാഷയിൽ പുസ്തകം വായിക്കുമ്പോഴാണ് കൂടുതലൊരു സംതൃപ്തി കിട്ടുന്നത്, പൂർണ്ണത കിട്ടുന്നത്. അപ്പോൾ എത്ര ഒരു ബോറുള്ള ബുക്കാണെങ്കിലും ഫിനിഷ് ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ 2022 ബുക്ക് വായന വീണ്ടും തുടങ്ങി. ഈ 2023 ഞാൻ 4 ബുക്ക് വായിച്ചു. 1 നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം, 2 ആറ്റമിക് ഹാബിറ്റ്സ്, 3 എന്ന് പറയുന്നത് ദ പവർ ഓഫ് നൗ, 4 ദ പവർ ഓഫ് സബ് കോൺഷ്യസ്. അപ്പോൾ ഇങ്ങനെ 4 ബുക്കുകളാണ് എൻ്റെ ഇങ്ങനെ പൈപ്പ് ലൈനിലുള്ളത്. ആ മുക്കാലും വായിച്ചു തീർത്തല്ല. അപ്പോൾ അങ്ങനെ പിന്നത്തെ ഒരു ശീലം ഞാൻ ഈ ഒരു ഇയർ എൻഡോടുകൂടി തുടങ്ങിയെന്ന് വെച്ചാൽ ഈ മൊബൈൽ ഫോൺ യൂസേജ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഒറ്റയടിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തുടങ്ങിയ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ നേരം ഫോൺ നോക്കാതിരിക്കാനുള്ളതാണ്. 2 വാഷ്റൂമിൽ പോകുമ്പോൾ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ ഫോൺ നോക്കാതിരിക്കും. അപ്പോൾ ചെറിയ സ്റ്റെപ്പുകൾ. ഈ ഒരു ഹാബിറ്റ്സ് ഞാൻ തുടങ്ങാൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഇൻസ്പയർ ചെയ്തത് ആറ്റമിക് ഹാബിറ്റ്സ് എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ആ ബുക്കാണ്. ആ ബുക്കിൽ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഹാബിറ്റ്സ് തുടങ്ങിയാൽ എന്താണെന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ കാര്യം. പിന്നെ എനി റെസൊല്യൂഷൻസ്? വണ്ടി ഓടിക്കണം, അല്ലാതെ പറ്റത്തില്ല. ലൈസൻസ് എടുത്തെങ്കിലും ഓടിക്കുന്നില്ല. എനിക്ക് ഒന്നാമത് ഭയങ്കര പേടിയാണ് ഓടിക്കാൻ. അത് ഒരു എക്സ്ക്യൂസ് അല്ല. അതുകൊണ്ട് ഞാൻ ഓരോന്ന് എക്സ്ക്യൂസ് ഉണ്ടാക്കി ഞാൻ ഓടിക്കാതിരിക്കാൻ നോക്കും. എന്നും നീ പറയും കണ്ണാടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ പറയും കാർഡ് എടുത്തിട്ടില്ല, ലൈസൻസ് എടുത്തിട്ടില്ല, എന്നും ഈ നമ്പരാ. പിന്നെ ചേട്ടനും മടിയാ, അപ്പൊ പിന്നെ ഓടിക്കാറില്ല. സത്യം പിന്നെ ഓഫീസ് തൊട്ടടുത്താ. വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ചേട്ടൻ ഓടിപ്പിക്കാറില്ല. അതിപ്പോ അത് എനിക്ക് ഭയങ്കര ഒരു ഇതാ, ഓടിക്കണം. അപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് റെസൊല്യൂഷൻ ഒന്നുമില്ല. പിന്നെ ഫിറ്റ്നസ്, ജിമ്മിൽ പോകുന്നത് ഞാൻ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ജോലി ഇല്ലാത്തപ്പോൾ സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. പടത്തുമല്ലോ അങ്ങനെ തന്നെ. ഞാൻ ജിമ്മിലങ്ങനെ ഒത്തിരി ഒന്നും പോകാറില്ല. വർക്കൗട്ട് ചെയ്യും, എന്തെങ്കിലും മറ്റേ ഡാൻസ് വർക്കൗട്ട് അല്ലെങ്കിൽ മറ്റേ ട്രെഡ്മില്ല്, അത് ഞാൻ ചെയ്യും. സ്ഥിരമെന്നല്ല, മെയിനായിട്ട് ചെയ്യുന്ന സമ്മറിലാണ് കേട്ടോ. വിൻ്ററിലാവുമ്പം നമ്മൾ ലൂസ് ഡ്രസ്സൊക്കെ ഇല്ല ഇടുന്നത്. വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരും അറിയത്തില്ലെന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. അത് പക്ഷേ കറക്റ്റല്ല, ചെയ്യണം. ട്രെഡ്മില്ല്
ഒരെണ്ണം പണ്ട് കോവിഡിന്റെ ടൈമിൽ വാങ്ങിച്ചൊരെണ്ണമുണ്ട്. ആ. അപ്പോൾ അതൊക്കെ ഓടിക്കണം, കുറച്ച് ഫിറ്റായിട്ടൊക്കെ ഇരിക്കണം. സോറി ഓടിക്കണം എന്നല്ലേ, സോറി ഓടണം. പിന്നെ കുറച്ചുകൂടെ ഫോൺ കുറയ്ക്കണം, അത് ഭയങ്കര ഞാനും കുറേ അഡിക്റ്റാണ്, എപ്പോഴും ഫോണിലുള്ള ഒരു വാഷ്റൂമിൽ ഈ പറഞ്ഞുകൊണ്ട് ഞാനും കൊണ്ടുപോകും, കഴിക്കാൻ നേരവും കാണും. കൂടുതൽ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അതൊക്കെയാണ് ചെറിയ ചെറിയ അതേ ഉള്ളൂ, വലിയ റെസൊല്യൂഷനൊന്നുമില്ല. പിന്നെ ഒരു ആഗ്രഹം ജോലിയൊന്നും ചേട്ടൻ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നാണ്. കാരണം അതാണ് നമ്മുടെ പ്രോബ്ലംസിൻ്റെ ഒക്കെ ഒരു അതെ. എൻ്റെ 2024 മെയിൻ റെസൊല്യൂഷൻ ജോലി ചെയ്യണമെന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നാ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു പുസ്തകം വായിക്കുന്നത് കണ്ടിന്യൂസ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം. പിന്നെ ഫിറ്റ്നസ്, പിന്നെ അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ആളായോണ്ടേ ദുശീലങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും നിർത്താൻ. ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ നമുക്കിടാം. നമുക്ക് 2024 നമ്മളതിൽ വർക്ക് ചെയ്യാം. ആ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം, ഏതെങ്കിലും വീഡിയോ ചെയ്യാം. അല്ല എന്തെങ്കിലും നമ്മളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ പറയാം. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോ വിളിച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിപ്പോൾ പിള്ളേരെയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തേനായിരുന്നു. നമ്മൾ സാധാരണ നല്ലൊരു വിഷയൊക്കെ ചെയ്യുന്ന, പക്ഷെ എല്ലാവരും ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ പിന്നെയും പോയി കിടക്കാനാണ്, എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച വരെ നല്ലൊരു വീഡിയോ കാണാം. ബൈ.